ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, നെടുമങ്ങാടിന്റെ കൊലപാതകം ഇനി പ്രത്യേക സംഘം അന്വേഷിക്കും. നെടുമങ്ങാട് ഡിവൈഎസ്പിക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. കൊലപാതകത്തിൽ പ്രതികൾക്ക് നേരെ കൂടുതൽ വകുപ്പ് ചുമത്തി പോലീസ്. SC/ST അതിക്രമം തടയൽ വകുപ്പ് കൂടിയാണ് ഒന്നാം പ്രതി അഷ്കറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 1.5 വയസ്സുകാരനെ കൊന്നത് നെഞ്ചിൽ ചവിട്ടിയെന്ന് പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അമ്മയുടെ പങ്കാളിയായ അഷ്കറിന്റെ ചവിട്ടേറ്റ് കുഞ്ഞിന്റെ 7 വാരിയെല്ലുകൾ തകർന്നെന്നും അടിയേറ്റ തലയിൽ 5 നീർക്കെട്ടുകൾ ഉണ്ടായെന്നും നെടുമങ്ങാട് പോലീസ് കോടതിയെ അറിയിച്ചു. അശ്വിൻ ഡിയാഗോയുണ്ട്. അശ്വിൻ ഡിയാഗോ, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുഞ്ഞിന്റെ വാരിയിൽ നെഞ്ചിൻ കൂട് തന്നെ തകർന്ന രീതിയിലാണ് ചവിട്ടേറ്റത് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു കേസ്. പുറത്തുവരുന്നത് അഷ്കറിന്റെ ക്രൂരമായ ഭൂതകാലമാണ്, അല്ലേ? അരുൺ, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ അഷ്കറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രിമാർ തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് നേരത്തെ ബിന്ദു കൃഷ്ണ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു കേസ് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, കൂടുതൽ തെളിവുകൾ ഇത് സംബന്ധിച്ച് നേടേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിൽ മറ്റുള്ള ആളുകളുടെ പങ്ക് കൂടിയാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നെഞ്ചിലേറ്റിയ ചവിട്ടുണ്ട്, മാത്രമല്ല തലയിലടിച്ച പാടുകളുണ്ട്, തലയിൽ നീർക്കെട്ടടക്കമുള്ളവയുണ്ട്. ഇതൊക്കെ തന്നെയാണ് മരണകാരണമായി പറയുന്നത്. മൊത്തം 91 മുറിവുകളാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം വരുത്തിയത് അഷ്കർ തന്നെയാണ് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിൽ അമ്മയുടെ ഒരു പങ്കാളിത്തവും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ നെടുമങ്ങാട് പോലീസിന്റെ ഒരു സംഘം നാഗർകോവിലടക്കം എത്തി പരിശോധന നടത്തുകയാണ്. ഈ അഖിലയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ അഖില ഈ കൊലപാതകം നടക്കുന്ന സമയം നാഗർകോവിലിലെ ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നൈയിലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇത് പോലീസ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് സംഘം നാഗർകോവിലെത്തി ഈ പറയുന്ന ദിവസങ്ങളിൽ റീന അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റീന മൊഴി നൽകിയതുപോലെ അവിടെ ഇത്തരത്തിലൊരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നിലവിലിപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിലൊന്നും ഈ അഖില സമ്മതിക്കുന്നില്ല. അതായത് ഈ അഖില ഒരു വിധത്തിലും പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അന്വേഷണത്തോട് അഖില സഹകരിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു.